മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിലായിരുന്നു മോദി ഇക്കാര്യം അറിയിച്ചത്. PJ അരുണുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, വിവരങ്ങൾ. പതിവിൽ നിന്ന് വിപരീതമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചത്. മുൻകാലങ്ങളിൽ കേന്ദ്രമന്ത്രിമാരുടെ ഔദ്യോഗിക ഭവനങ്ങളിലായിരുന്നു ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചിരുന്നത്. അതിൽ നിന്നും വിഭിന്നമായി രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് മുൻകാലങ്ങളിൽ വിഭിന്നമായി പ്രധാനമന്ത്രി നേരത്തെ വിരുന്നൊരുക്കിയത്. ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ കേരളത്തിൽ സ്നേഹയാത്ര BJP സംഘടിപ്പിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു കേന്ദ്ര സർക്കാരിന്റെ നീക്കമുണ്ടായത്. കേരളത്തിൽ നിന്ന് കായിക താരം അഞ്ജു ബേബി ജോർജ് ഉൾപ്പെടെയുള്ള പ്രമുഖരെ പങ്കെടുത്തു. കൂടാതെ വ്യവസായികളെ പങ്കെടുത്തു. ജോയ് ആലുക്കാസ് ഉൾപ്പെടെയുള്ള വ്യവസായികളെ വിരുന്നിൽ പങ്കെടുത്തിരുന്നു. വിരുന്നിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി 2024-25 മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുമെന്ന് വ്യക്തമാക്കി. മണിപ്പൂർ കലാപം അടക്കമുള്ള വിഷയങ്ങളിൽ ക്രൈസ്തവ വിഷയം BJPയുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ BJPക്കെതിരെ ക്രൈസ്തവ സംഘടന പരസ്യമായി രംഗത്ത് വരികയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള പ്രധാനമന്ത്രിയുടെ നീക്കം. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കൊനോട്ട് പ്ലേസിലുള്ള സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ സന്ദർശനം നടത്തുകയും ക്രൈസ്തവ മേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. കേരളത്തിലടക്കം ക്രൈസ്തവ സമൂഹത്തിന് പിന്തുണ നേടുന്നതിനുള്ള ശ്രമമായാണ് BJP നേതൃത്വത്തിന്റെ ഈ ഒരു നീക്കം കാണുന്നത്. കേരളത്തിലെ മോദിയുടെ കൃഷി വിരുന്നിന് വരും ദിവസങ്ങളിൽ BJPയുടെ സംസ്ഥാന നേതൃത്വം പ്രചരണം നൽകുന്ന ഉറപ്പാണ്. എന്നാൽ മണിപ്പൂരിൽ 100ഓളം പേരുടെ കൊലപാതകത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിന് പിന്മാറാനാവില്ലെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ നൽകുന്ന മുന്നറിയിപ്പ്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.